ആത്മീയ കഥകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം പൂജാ വ്യതിക്രമം പാപം. പൂജ്യന്മാരെ, വന്ദിക്കേണ്ടവരെ വന്ദിക്കാതിരിക്കുന്നത് അക്ഷന്തവ്യമായ അപരാധമാണ്. നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽക്കേ കേട്ടിട്ടുള്ളതാണ് മുതിർന്നവരുടെ ഈ വാക്കുകൾ. മൂത്തവരെ മാനിക്കേണം, താണവരിൽ സ്നേഹം വേണം. പൂന്താനം ജ്ഞാനപ്പാനയിൽ പാടിയിട്ടുണ്ട്. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൈവിട്ടു വീണു നമിക്കണം. ഇനി അവരെ വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കാൻ പാടില്ല. അതും പൂന്താനൻ നമുക്ക് മുന്നറിയിപ്പ് തരുന്നുണ്ട്. വന്ദിതന്മാരെ കാണുന്ന നേരത്ത് നിന്ദിച്ചത്രേ പറയുന്നിതു ചിലർ. അതാണ് പാപം, അതാണ് മഹാപാപം, വലിയ തെറ്റ്. അത് ഒരുവൻ്റെ ശ്രേയസ്സിനെ കെടുത്തു. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വംശമാണ് യദുവംശം. ആ യദുവംശത്തിൻ്റെ പതനത്തിൻ്റെ കഥ ഇതിനുദാഹരണമാണ്. ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലാണ് ഈ കഥ. ഭഗവാനെ കാണാൻ മഹാത്മാക്കളായ കുറച്ച് ഋഷിമാർ വന്നിരുന്നു. ഭഗവത് ദർശനത്തിന് ശേഷം അവർ മടങ്ങി പോവുകയാണ്. അവർ ദൂരെ നിന്ന് വരുന്നത് കുറച്ച് യാദവ ബാലന്മാർ കണ്ടു. കുട്ടികൾക്കൊരു നേരം പോക്ക് തോന്നി. ഈ മഹർഷിമാർ ത്രികാലജ്ഞാനികളാണ് എന്നൊക്കെയാണല്ലോ എല്ലാവരും പറയുന്നത്. ഇവരുടെ ജ്ഞാനം ഒന്ന് പരീക്ഷിക്കണം. ഇവരടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ കൂട്ടത്തിൽ ഒരുവനെ, അത് ജാമ്പവതിയുടെ പുത്രനായ സാമ്പനായിരുന്നു, അവനെ ഒരു സ്ത്രീയുടെ വേഷം കെട്ടിച്ചു, ഒരു ഗർഭിണിയുടെ വേഷം കെട്ടിച്ചു. എന്നിട്ട് മഹർഷിമാർ അടുത്തെത്തിയപ്പോൾ മഹർഷിമാരോട് ചോദിച്ചു. ഒരു വിനയമൊക്കെ അഭിനയിച്ചുകൊണ്ടാണ് ചോദിച്ചത്. മഹർഷിമാരെ, ഇവൾ ഗർഭിണിയാണ്, ഇവൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി ആണോ പെണ്ണോ എന്നറിയണം. ലജ്ജ കൊണ്ട് ഇവൾക്ക് ചോദിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ത്രികാലജ്ഞാനികളാണല്ലോ, പറഞ്ഞു തരണം. മഹർഷിമാർ ത്രികാലജ്ഞാനികളാണ്. അവരവരുടെ ജ്ഞാനദൃഷ്ടി കൊണ്ടറിഞ്ഞു ഈ കുട്ടികൾക്ക് കാപട്യമുണ്ട്, അഹങ്കാരമുണ്ട്, വിനയം തൊട്ട് തീണ്ടിയിട്ടില്ല. അതുകൊണ്ട് അവർ പറഞ്ഞു, ഇവൾ പ്രസവിക്കുന്നത് ഒരു ഇരുമ്പുലക്കയായിരിക്കും. ആ ഇരുമ്പുലക്ക നിങ്ങളുടെ വംശത്തിന് നാശമായിട്ട് വരും. മഹർഷിമാർ മടങ്ങിപ്പോയി. അവർ വേഗം ഈ വേഷമൊക്കെ കഴിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഇരുമ്പുലക്ക. കുട്ടികൾ പരിഭ്രാന്തരായി. അവർ ഓടി ഉഗ്രസേന മഹാരാജാവിൻ്റെ രാജധാനിയിലേക്ക്. ആ ഇരുമ്പുലക്ക കൊണ്ടുവന്ന് രാജാവിൻ്റെയും യാദവ പ്രമുഖന്മാരുടെയും മുമ്പിൽ വെച്ചു. എന്നിട്ടുണ്ടായ സംഭവങ്ങളെല്ലാം വിസ്തരിച്ച് കേൾപ്പിച്ചു. രാജാവിനും ആ പ്രമുഖന്മാർക്കൊക്കെ പരിഭ്രമം ഉണ്ടായി. മുനിമാരുടെ ശാപം അതോർത്തിട്ടാണ്, അത് ഫലിക്കുമല്ലോ എന്നോർത്തിട്ടാണ് അവർ ഭയപ്പെട്ടത്. രാജാവ് കൽപ്പിച്ചു, ആ ഇരുമ്പുലക്ക രാഗി പൊടിച്ച് സമുദ്രത്തിൽ കൊണ്ടുപോയി കലക്കട്ടെ. അതുപോലെ തന്നെ ഭൃത്യന്മാർ അതിനെ പൊടിച്ചു. പക്ഷേ അവസാനം പൊടിക്കാൻ വയ്യാത്ത ഒരു ചെറിയ കൂർത്ത കഷ്ണം ഉണ്ടായിരുന്നു. എല്ലാം കൂടി ചേർത്ത് അവർ സമുദ്രത്തിൽ കൊണ്ടുവന്ന് കലക്കി. ആ ഇരുമ്പ് പൊടികൾ മുഴുവനും സമുദ്രത്തിലെ തിരമാലകളോടൊപ്പം കരയ്ക്കടിഞ്ഞ് ഏരക പുല്ലുകളായിട്ട് അവിടെ കിളിർത്ത് നിന്നു. കൂർത്ത ഒരു കഷ്ണം ഉണ്ടായിരുന്നത് ഒരു മത്സ്യം വിഴുങ്ങി. അത് ഒരു മുക്കുവന് കിട്ടി. മുക്കുവൻ ഈ മത്സ്യത്തിനെ കീറി മുറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ
ഒരു ഇരുമ്പ് കഷ്ണം കണ്ടു. മുക്കുവന് സ്നേഹിതനായിട്ടൊരു കാട്ടാളനുണ്ടായിരുന്നു. മുക്കുവൻ ഈ ഇരുമ്പ് കഷ്ണം കാട്ടാളന് കൊടുത്തു. അവൻ ശരമൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്, ശരം ഉപയോഗിക്കുന്ന ആളാണ്. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഈ വസ്തുതകളെല്ലാം അറിഞ്ഞു. യദുകുലവംശത്തിൻ്റെ നാശം അടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് എല്ലാം അറിയാം, പക്ഷെ ഇത് അവതാര ലീലയാണല്ലോ. അപ്പോൾ യാദവരോട് പറഞ്ഞു, കുറേ ദുർനിമിത്തങ്ങളൊക്കെ കാണുന്നുണ്ട്, അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാനായിട്ട് എല്ലാവരും പ്രഭാസ നദിക്കരയിൽ പോയി പൂജകൾ ചെയ്യണം, ദാനധർമ്മങ്ങൾ ചെയ്യണം. ഭഗവാന്റെ വാക്ക് കേട്ട് എല്ലാവരും പ്രഭാസ തീർത്ഥക്കരയിൽ ചെന്ന് പൂജകൾ ആരംഭിച്ചു. പൂജകളുടെ അവസാനത്തിൽ യഥാവിധി ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ അവസാനം പ്രാരബ്ധമെന്ന് പറയട്ടെ, വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയാറുണ്ടല്ലോ, അവർക്ക് മദ്യപാനം ചെയ്യണം എന്ന് തോന്നി. മദ്യപാനം ചെയ്താൽ ബുദ്ധിഭ്രമമുണ്ടാവുമല്ലോ. അവരുടെ ബുദ്ധി ഭ്രമിച്ചു. യാദവർ തമ്മിൽ തമ്മിൽ വഴക്ക് കൂടാൻ തുടങ്ങി. ആദ്യം വാക്കേറ്റം മുഴുത്ത് കയ്യേറ്റമായി. കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങളെല്ലാം ഉപയോഗിച്ച് അവർ പരസ്പരം യുദ്ധം ചെയ്തു. അവസാനം ആയുധങ്ങളൊന്നും ഇല്ലാതെ വന്നപ്പോൾ കടൽ തീരത്ത് നിന്നിരുന്ന ഏരകപ്പുല്ലുകൾ പറിച്ചെടുത്തു. അവരുടെ കയ്യിൽ അതെത്തിയപ്പോഴേക്കും വജ്രം പോലെ കഠിനം ഉള്ളതായി തീർന്നു. അതിനെ കൊണ്ട് അടിച്ച് അത് പരസ്പരം എയ്ത് യാദവ വംശം മുഴുവനും താറുമാറായി. ആരും അവശേഷിച്ചില്ല. ഇവരുടെ ഈ തർക്കങ്ങളെല്ലാം ഒഴിവാക്കാൻ കൃഷ്ണനും ബലഭദ്രസ്വാമിയും ഒരുപാട് ശ്രമിച്ചു, നടന്നില്ല. പതനം അനിവാര്യമാണ് എന്ന് അറിഞ്ഞ ആ സമയം ബലഭദ്രൻ യോഗ നിദ്രയിൽ ശരീരം ഉപേക്ഷിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ സമാധിസ്ഥനായിട്ട് ഏകാന്തത്തിൽ പോയിരുന്നു. അക്കലെ നിന്ന് ശ്രീകൃഷ്ണൻ്റെ വെളുത്ത കാൽപാദം കണ്ടപ്പോൾ ഒരു വേടൻ അത് മാനിൻ്റെ മുഖമാണ് എന്ന് കരുതി അമ്പയച്ചു. ആ അമ്പ് ചെന്ന് തറച്ചത് ഭഗവാന്റെ പാദത്തിലാണ്. ആ അമ്പ് ആ കാരിരുമ്പിൻ്റെ ബാക്കി വന്ന കഷ്ണം കൊണ്ടുണ്ടാക്കിയ അമ്പായിരുന്നു. അങ്ങനെ ഭഗവാന്റെ ശരീരവും പതിച്ചു. യാദവ വംശം നശിച്ചു. ഭഗവാൻ അവതാര ലീലകളെല്ലാം അവസാനിപ്പിച്ച് സ്വധാമത്തിലേക്ക് യാത്രയായി. നോക്കൂ, പൂജ്യന്മാരെ പൂജിക്കാതിരുന്നാലുള്ള വിപത്ത് ഒരു വ്യക്തിക്ക് മാത്രമല്ല, ഒരു കുടുംബത്തിന് മാത്രമല്ല, ഒരു കുലത്തിൻ്റെ തന്നെ നാശത്തിന് കാരണമായി തീർന്നു. ഓർമ്മിക്കുക, ആദരിക്കേണ്ടവരെ ആദരിക്കണം. അതാണ് ശ്രേയസ്കരം, അതിലാണ് സദ്ഗതി. ഇതായിരിക്കട്ടെ ഇന്നത്തെ ചിന്താവിഷയം. ആത്മീയ കഥകളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ശുഭദിന ആശംസകൾ.